പുനർവിവാഹം. രചന നിവേദിത. മോളെ, ആ സുധാകരൻ ബ്രോക്കർ ഇന്നും വന്നിരുന്നു ഒരാലോചനയായിട്ട്. ഞാൻ എന്താ അയാളോട് പറയേണ്ടത്? അച്ഛാ, എല്ലാം അറിയാവുന്നല്ലേ, എന്നിട്ട് എന്താ ഇങ്ങനെ? ഇനിയൊരു വിവാഹം എനിക്ക് വേണ്ട. മോളെ, എത്ര കാലം നീ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കും? എൻ്റെ കാലം കഴിഞ്ഞ ആരാ നിന്നെ നോക്കുക? വിഷ്ണു ആണെങ്കിൽ ഇപ്പോഴേ അവൻ്റെ ഭാര്യയുടെ താളത്തിനൊത്ത് തുള്ളുന്ന കളിപ്പാവയാ. ഞാനും കൂടി പോയാൽ അവൾ നിന്നെ ദ്രോഹിക്കും. എൻ്റെ കണ്ണടയും മുമ്പ് നിന്നെ സുരക്ഷിതമായ ഒരു സ്ഥലത്താക്കണമെന്ന എൻ്റെ ആഗ്രഹം. ഞാൻ ഒറ്റക്കല്ലല്ലോ, എൻ്റെ മോളിൽ എനിക്കൊപ്പം, പിന്നെ എൻ്റെ ശിവേട്ടൻ്റെ ഓർമ്മകളും. അത് മതി അച്ഛാ, ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. മോളെ, ഇപ്പം നിനക്ക് ഇതുപോലെയൊക്കെ തോന്നും. എനിക്കറിയാം നീ അത്രമാത്രം ശിവനെ സ്നേഹിച്ചിരുന്നെന്ന്. പക്ഷേ നീ ആദ്യമോളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവൾക്കൊരച്ഛൻ വേണ്ടേ? നിന്നെയും മോളെയും സംരക്ഷിക്കാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരാൾ വന്നേ മതിയാവും. ഈ വൃത്തൻ്റെ അപേക്ഷയാ. എൻ്റെ പൊന്നുമോൾ ഇതിനെ സമ്മതിക്കണം. എൻ്റെ മുന്നിൽ കരഞ്ഞു പറയുന്ന അച്ഛനെ കണ്ടതും എനിക്ക് സഹിക്കാനായില്ല. എനിക്ക് സമ്മതമാണ് അച്ഛാ. അതും പറഞ്ഞ് മുറിയിൽ കയറി കഥ കടച്ചു. ഒന്നും അറിയാതെ ഉറങ്ങുന്ന ആ കുഞ്ഞിൻ്റെ മുഖം കാണെ അവളുടെ മനസ്സിൽ ശിവന്റെ ഓർമ്മകൾ വന്നു. എൻ്റെ പേര് ഹിമ. എനിക്ക് 5 വയസ്സുള്ളപ്പോഴാണ് ക്യാൻസർ വന്ന് അമ്മ ഞങ്ങളെ വിട്ടു പോയത്. അന്ന് ചേട്ടന് 8 വയസ്സ്. ഒരു പുനർവിവാഹത്തെ പറ്റി പോലും ചിന്തിക്കാതെ അച്ഛൻ ഞങ്ങളെ വളർത്തി, നല്ല രീതിയിൽ പഠിപ്പിച്ചു. ഒരു കമ്പനിയിൽ ജോലി ലഭിച്ച് അധികം വൈകാതെ ഏട്ടൻ്റെ വിവാഹം നടന്നു. ദീപ്തി ഏട്ടൻ്റെ ഒപ്പം പഠിച്ച കുട്ടിയാണ്. ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഏട്ടൻ്റെ ഇഷ്ടാനുസരണം ആ വിവാഹം നടന്നു. അതോടെ വീടിന്റെ ഭരണം ഏടത്തിയുടെ കയ്യിലായി. ഞങ്ങളോട് ഏട്ടൻ അടുത്തിടെ പഴകുന്നു, ഞങ്ങളെ സ്നേഹിക്കുന്നു ഏടത്തിക്ക് ഇഷ്ടമല്ലായിരുന്നു. ഏടത്തിയുമായി വഴക്കിനിട കൊടുക്കാതെ ഏട്ടൻ പതിയെ ഞങ്ങളിൽ നിന്ന് അകന്നു. അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ആട് വെച്ചിട്ടാണ് ഞാൻ ശിവേട്ടനെ കാണുന്നത്. ആദ്യം കാണുമ്പോൾ ഒരു ചിരിയിൽ പരിചയം പുതുക്കുമായിരുന്നു. എന്നാൽ പിന്നീടാണ് എന്നെ കാണുമ്പോൾ മാത്രം ആ കണ്ണുകളിൽ തിളക്കം ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങനെ ശിവേട്ടൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു പോകാൻ നേരം എന്നെ കാണാൻ വന്നു. എന്നെ ഇഷ്ടമാണെന്നും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. മറുപടിയൊന്നും നൽകാതെ ഞാൻ തിരികെ നടന്നു. ഒരിക്കൽ അമ്പലത്തിൽ തൊഴുതിറങ്ങി വന്നപ്പോഴാണ് ആൽമരച്ചോട്ടിലിരിക്കുന്ന ആളെ കണ്ടത്. കണ്ടിട്ടും കാണാത്ത പോലെ പോവാൻ നേരം ഓടി എന്റെ മുന്നിൽ വന്നു. പിന്നെ ഇഷ്ടമാണ്, കൂടെ കൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്തോ പറ്റില്ലെന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല. അച്ഛന്റെ തീരുമാനമാണ് എന്റെ തീരുമാനം. അച്ഛനെ കണ്ട് സംസാരിക്കൂ എന്ന് പറഞ്ഞപ്പോൾ ആ മുഖത്തെ പ്രകാശം ചിരിയും ഇന്നും എന്റെ കണ്ണിൽ കാണും പോലെ. വീട്ടുകാരുമായി വന്ന് വിവാഹാലോചിച്ചു. എല്ലാവർക്കും സമ്മതം. പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു. 1 മാസത്തിന് ശേഷം ഏട്ടന്റെ താലിയും ഏറ്റുവാങ്ങി ആ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോഴും കണ്ടു മുഖത്തെ ആ പുഞ്ചിരി. സന്തോഷത്തിന്റെ നാളുകളായിരുന്നു. പിന്നീട് അങ്ങോട്ട് പ്രണയിച്ചും തല്ലുകൂടിയും ഞങ്ങൾ ജീവിച്ചു. പക്ഷേ അധികം നാൾ ആ സന്തോഷം നീണ്ടു നിന്നില്ല. ഒരു ആക്സിഡന്റിന്റെ രൂപത്തിൽ എന്റെ ശിവേട്ടൻ എന്നിൽ നിന്ന് ദൈവം അകറ്റി. വെള്ള പുതപ്പിച്ച ഏട്ടന്റെ ശരീരം കാണെ എന്റെ കണ്ണുനീർ വരെ വറ്റി. എന്നെ കൂടെ കൊണ്ടുപോയിക്കൂടായിരുന്നു, എന്നെ തനിച്ചാക്കി പോയേ. ബോഡി ചിതയിലേക്ക് വെക്കാൻ എടുത്തപ്പോൾ കണ്ണുകളിൽ ഇരുട്ട് കയറും പോലെ തോന്നി. ബോധം മറിഞ്ഞു വീഴുമ്പോൾ ആരില്ലാമോ താങ്ങി മുറിയിൽ കിടത്തി. ബോധം വന്നപ്പോൾ ഞാൻ കണ്ടു തെക്കേ തൊടിയിൽ കത്തിയേരിയുന്ന ചിത. എന്റെ കൂടെ കൊണ്ടുപോകാൻ പറ അമ്മേ, എന്നെ ഒറ്റക്കാക്കി പോകല്ലേ എന്ന് പറ. അലമുറിയിട്ട് കരഞ്ഞുകൊണ്ടവൾ പറഞ്ഞു. ഒറ്റക്കല്ല മോളെ, കൂട്ടിന് ഇവിടെ ഒരാൾ മോൾക്ക് തന്നിട്ടാ പോയത്. എന്റെ വയറിൽ കൈവച്ച അമ്മ പറഞ്ഞതും സങ്കടം സഹിക്കാനാവാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു. വീർത്ത വയറിൽ തലോടി ആകാശത്തേക്ക് നോക്കിയിരിക്കും. ഏട്ടനോടെന്ന പോലെ വിശേഷം പറയും. നാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവൂട്ടോ, മറ്റന്നാൾ ഡോക്ടർ ഡേറ്റ് പറഞ്ഞിരിക്കുന്നേ. ദിവസങ്ങൾ കഴിഞ്ഞുപോയി. എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചു. എന്റെ മോളെ ആദ്യമായി കണ്ടപ്പോൾ ശിവേട്ടനെയാണ് ഓർമ്മ വന്നത്. അതേ മൂക്ക്, അവളുടെ കളിയും ചിരിയും എന്റെ വിഷമങ്ങളെ ഏറെ അകറ്റി. മോൾക്കിപ്പോൾ 2 വയസ്സായി. അദ്വിക, എന്റെ ആദു. മോളെ ഹിമേ. ആ അമ്മയോ? എന്താ അമ്മയെ കാലത്ത് തന്നെ? ഇതെന്തോ ഉറക്കാം മോളെ, മണി 8 കഴിഞ്ഞു. ഇന്നലെ മോളെ പെണ്ണ് കാണാൻ വരുന്നേ. അതാ അമ്മയും അച്ഛനും കാലത്ത് തന്നെ ഇങ്ങോട്ട് വന്ന്. വേഗം കുളിച്ചൊരുങ്ങി വാ മോളെ. ശരി അമ്മേ. പെട്ടെന്ന് തന്നെ കുളിച്ച് മോളെയും കുളിപ്പിച്ച് റെഡിയാക്കി. നീല നിറത്തിലുള്ള കോട്ടൺ സാരിയാണ് ഉടുത്ത്. പേരിന് മാത്രം നെറ്റിയുടെ ഒരു പൊട്ട് തൊട്ടു. മുടി ക്ലിപ്പിട്ടു. മോളെ അവരിങ്ങ് എത്തി, വേഗം താഴേക്ക് വാ. അതും പറഞ്ഞ് അമ്മ മോളെയും എടുത്ത് താഴേക്ക് പോയി. ചായയുമായി പൂമുഖത്തേക്ക് ചെന്നു. മോളെ അതാ പയ്യൻ, അവിടെ കൊടുക്ക്. ചായ കൊടുത്തപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് മോൾ ആളുടെ മടിയിലാണ് ഇരിക്കുന്നത്. മോളെ നോക്കിയപ്പോൾ ആളുടെ താടി മീശയൊക്കെ പിടിച്ച് കളിക്കുകയാണ്. നമുക്ക് പുറത്തേക്ക് വാ. അയാൾ മോളെയും കൂട്ടി വെളിയിലേക്ക് ഇറങ്ങി. അവളെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണ്. മോൾക്ക് പൂ പറിച്ചു കൊടുത്ത് അവളെ ഓരോന്ന് പറഞ്ഞ് കളിപ്പിക്കുകയാണ്. മോൾ അങ്ങോട്ടേക്ക് ചെല്ലേ. അമ്മേ ദേ പൂവുണ്ടോ? ഹിമ, എൻ്റെ പേര് നീരജ് ദേവ്. ഞാനിവിടെ ഒരു ബാങ്കിൽ അക്കൗണ്ടന്റായിട്ട് വർക്ക് ചെയ്യുക. ഹിമയുടെ കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞിരുന്നു. എന്നെയും പ്രണയമായിരുന്നു. അല്പം മോഡേണായിരുന്ന ആള്. മീര അതായിരുന്നു പേര്. നല്ല വാശിയുള്ള കൂട്ടത്തിലായിരുന്നു അവള്. തൽക്കാലം കുട്ടികൾ വേണ്ടെന്നൊരു തീരുമാനത്തിലായിരുന്നു. പക്ഷേ വിവാഹം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ മീര ഗർഭിണിയായി. ഇപ്പൊ കുഞ്ഞു വേണ്ടെന്നും അതവളുടെ കരിയറിന് ദോഷം ചെയ്യുന്നു പറഞ്ഞ് അവൾ അബോർഷൻ നടത്തുന്ന വാശി പിടിച്ചു. പക്ഷേ എനിക്കത് അംഗീകരിക്കാൻ സാധിച്ചില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചിരുന്നൊരു കുഞ്ഞിനെ. എന്നാൽ ആരെയും അറിയിക്കാതെ അവൾ മരുന്ന് കഴിച്ച് ആ കുരുന്ന് ജീവനെ കളഞ്ഞു. താങ്ങാൻ കഴിയുമായിരുന്നില്ല എനിക്കത്. എനിക്കെന്നെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. അവളെ ഞാൻ തള്ളി. അതിൻ്റെ പേരിൽ വഴക്കും ബഹളവും.
അവസാനം വിവാഹമോചനം നേടി അവൾ എൻ്റെ ജീവിതത്തിൽ നിന്നും പോയി. ഇനിയൊരു വിവാഹം വേണം തീരുമാനിച്ചതാ. പക്ഷെ അമ്മയുടെ കണ്ടതിനെ കണ്ടപ്പോൾ എതിർക്കാൻ സാധിച്ചില്ല. അതാണ് ഞാൻ ഇന്നലെയാണ് അമ്മ തനിക്കൊരു മോളുടെ കാര്യം പറഞ്ഞു. എനിക്ക് വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞു. അതാ ഞാൻ തന്നെ കാണാൻ വന്നു. താനെന്തോന്നും മിണ്ടാത്തേ? ഹിമ, തനിക്ക് മോൾക്കും വന്നൂടെ എൻ്റെ ജീവിതത്തിലേക്ക്? ഞാൻ മറുപടിയൊന്നും പറഞ്ഞില്ല. ആദൂടി വരുന്നോ അച്ഛയുടെ കൂടെ? നീരജ് അങ്ങനെ പറഞ്ഞു. പെട്ടെന്ന് എൻ്റെ മിഴികൾ നിറഞ്ഞു. ആ വരാം, പോവാമേ. അവരുടെ പച്ചയുണ്ടല്ലോ. പച്ചയല്ല, പക്ഷി. പറഞ്ഞേ. പച്ചി. ശരി, പച്ചി. നമുക്ക് രണ്ടാൾക്കും പോവാം. അമ്മേനെ കൊണ്ടുപോണ്ടേ? അമ്മ ഇവിടെ ഇരിക്കട്ടെ. വേണ്ട, അമ്മ പാവാ. അമ്മേ പോവാന്ന് പറ അമ്മേ. പോവാ. അങ്ങനെയുടെ വിവാഹം നടന്നു. മോളെ, ആദൂട്ടിന്ന് എൻ്റെ അച്ഛനെയും കൂടെ കിടക്കട്ടെ. വേണ്ടമ്മേ, ആദ്യം ഞങ്ങളുടെ കൂടെ കിടന്നോളൂ. വാ, അച്ഛൻ മുത്ത വാ. നിരഞ്ജേട്ടൻ കൈ നീട്ടിയത് അവൾ പോകുന്നു. ഞാൻ അച്ഛൻ്റെ കൂട്ടിയാ. നീരജേട്ടന്റെ നെഞ്ചിൽ കയറിയാണ് കിടപ്പ്. കഥയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അവർ അടുത്തു. ഇപ്പൊ എല്ലാത്തിനും അവൾക്ക് അച്ഛൻ മതി. 2 വർഷങ്ങൾക്ക് ശേഷം. ആദു, എനിക്ക് സ്കൂളിൽ പോണ്ടേ? വേണ്ട, നീച്ച് പോണ്ട. നീ നീരജേട്ടാ ഒന്നിങ്ങ് വന്നേ. എന്താണോ? നീ പെണ്ണ് എണീക്കണില്ല. അതാണ്. മോള് കുറച്ചു നേരം കൂടി ഉറങ്ങിക്കോട്ടെ. ഇന്നലെ സ്കൂൾ തുടങ്ങുന്നത്. ഒരു ദിവസം പോയില്ലാന്ന് വെച്ചാൽ ഒന്നുമില്ല. നല്ല ബെസ്റ്റ് അച്ഛനും മോളും. ആദു എണീക്ക്, അല്ല ഞാൻ വടിയെടുക്കും. വടിയെന്ന് കേട്ടപ്പോഴേ ആദു ചാടി നീരജേനെ തോൾ കയറി. വാ, അമ്മ കുളിപ്പിക്കാം. എന്നെ അച്ഛൻ കുളിപ്പിച്ചാ മതി. നിങ്ങളുടെ കുളി എനിക്കറിയാം. ചുമ്മാ വെള്ളത്തിൽ കളിക്കാനല്ലേ? നീ ചെല്ലടി, ഞാൻ കുളിപ്പിച്ചോളാം. ഓ, അല്ലെങ്കിൽ എന്നെ ഇപ്പൊ ആർക്കും വേണ്ട. ആര് പറഞ്ഞു വേണ്ടാന്ന്? നീ എന്റെ പൊന്നല്ലടി. അപ്പൊ ഞാനോ? എന്താ ആദൂട്ടി അച്ഛന്റെ തങ്ക. ആദു രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്തു. ഈ സമയം തണുത്ത കാറ്റ് അവരെ തലോടി കടന്നുപോയി. അങ്ങ് ദൂരെ ആകാശത്തെവിടെയോ ശിവൻ ഈ കാഴ്ച കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും. വരും ജന്മങ്ങളിൽ നിനക്കായി മാത്രം ഞാൻ ഇനിയും പുനർജനിക്കാം.